കഴിഞ്ഞ ദിവസം അജയുടെ ബാച്ചിലർ പാർട്ടിക്ക് ഒറ്റപ്പാലത്ത് പോയപ്പോൾ ഒരു പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ എടുത്ത് വയ്ക്കാം. ഈ പാടങ്ങളും കൃഷിയും കൊയ്ത്തും എല്ലാം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇത് കാണാത്ത ആൾക്കാർക്ക് അത് കാണും കൂടി ചെയ്യാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നല്ല വിളഞ്ഞു നിൽക്കുന്ന പാടശേഖരമായിരുന്നു. നീണ്ടു പരന്ന് കിടക്കുന്ന പാടം സൺലൈറ്റ് അടിക്കുമ്പോൾ നല്ല സ്വർണ്ണ കളറിലാണ് തിളങ്ങാം. അങ്ങനെ കേരളത്തിൽ പാടശേഖരങ്ങളിൽ കൊയ്ത്തുകാലം സജീവമായി. കൊയ്ത്ത് യന്ത്രങ്ങൾ പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രൊഡക്ടിവിറ്റി കൂടാൻ ഇന്നവ അത്യാവശ്യമാണ്. പ്രാണികളെ പിടിക്കാൻ വന്ന കൊക്കുകളെയും കാണാം. ഈ കാണുന്നതാണ് കാർട്ടാർ എന്ന കമ്പനിയുടെ ഹാർവസ്റ്റിംഗ് മെഷീൻ. ഒരു ഭാഗത്ത് നിന്ന് നെൽക്കതിരുകൾ പിഴുതെടുത്ത് അതിൽ നിന്ന് നെല്ല് സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്കി വരുന്നത് അതിൻ്റെ പുറകുവശത്തോടു കൂടി പാടത്തേക്ക് തന്നെ തിരിച്ചു വീഴും. വേർതിരിച്ചെടുത്ത നെൽക്കതിരുകൾ പിന്നീട് ട്രാക്ടറിലേക്കോ ടിപ്പറിലേക്കോ മാറ്റും. താൽക്കാലികമായി ആ മെഷീനിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റോറേജ്. ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാർട്ടാർ മെഷീൻ. മെഷീനെത്താൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ പണിക്കാർ പോയി വൃത്തിയാക്കുന്നതും കാണാം. ഇതാണ് ജോൺ ഡിയർ ട്രാക്ടർ. അതിനോട് ഘടിപ്പിച്ചിരിക്കുന്നതാണ് റൗണ്ട് ബെയിലർ. റൗണ്ട് ബെയിലർ ഉപയോഗിച്ചാണ് വൈക്കോൽ കെട്ടാക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ വൈക്കോൽ ലെയറായി വലിച്ചെടുക്കുന്നത് കാണാം. ആ ലെയറായി വലിച്ചെടുത്ത വൈക്കോൽ അതിനുള്ളിൽ പോയി കെട്ടായി വരും. നട്ടുച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. 1 മണിക്കൂർ നിന്നപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. പക്ഷേ നമുക്ക് JCBയും ട്രാക്ടറും പണ്ടേ വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് ഇത് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കും. വൈക്കോൽ കെട്ട് എപ്പോഴാണ് വീഴാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ക്യാമറ ഫുൾ ടൈം ഓണാക്കി പിടിച്ചു. എങ്ങനെ അത് മിസ്സായാലോ. വൈക്കോൽ കെട്ട് പിന്നിലൂടെ വീഴുന്നത് കാണാം. റൗണ്ട് ബെയിൽ എന്നാണ് ഇതിനെ പറയുക. അതുകൊണ്ടാണ് ആ മെഷീന് റൗണ്ട് ബെയിലർ എന്ന് പേര് വന്നത്. ഈ വൈക്കോൽ കെട്ടുകൾ ഓട്ടോയിലോ മറ്റോ ആക്കി ആവശ്യക്കാർ പാടത്തുനിന്ന് കൊണ്ടുപോകും. ലോഡ് കൂടുതലും പാടം താഴെയുമായതിനാൽ ഓട്ടോ കയറാൻ ബുദ്ധിമുട്ടാണ്. റിവേഴ്സ് അടിച്ച് കയറ്റി നോക്കാൻ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. വേറെ വഴിയൊന്നും ഇല്ലാണ്ടായിപ്പോൾ റിവേഴ്സ് തന്നെ കയറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോ ചേട്ടന് കോൺഫിഡൻസ് കുറച്ച് കുറവുണ്ട്. പക്ഷെ ഒപ്പമുള്ളൊരു നല്ല കട്ടയ്ക്ക് കൂടെ നിന്നു. എല്ലാവരും കൂടി തള്ളി കയറ്റി. ഡെറിക്ക് അവൻ്റെ മൈക്കൾക്കൂട്ടിയായിട്ട് സൈഡിൽ കിടക്കുന്നുണ്ട്. ഓട്ടോ ലോഡ് കയറ്റി പോയി. പിന്നാലെ നെല്ല് കയറ്റാനുള്ള ട്രാക്ടർ വന്നു. ഇത് മഹീന്ദ്രയുടെ യുവോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ട്രാക്ടറാണ്. വരമ്പൊന്നും ആശാന വിഷയമല്ല. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെന്നുള്ള മട്ടിൽ വരമ്പിൻ്റെ മുകളിൽ കൂടെ കയറ്റി ആൾ പോയി. ഹാർവസ്റ്റർ മെഷീനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നെല്ലെല്ലാം ഇനി ട്രാക്ടറിലേക്ക് മാറ്റും. ലോഡ് ചെയ്ത നെല്ലും കൊണ്ട് അതാത് ഫാക്ടറികളിലേക്ക് പോയി അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്ത് അരി വേർതിരിച്ച് പാക്ക് ചെയ്ത് നമ്മുടെ മാർക്കറ്റുകളിലേക്ക് എത്തും. ഏകദേശം 5-6 മാസം എടുക്കും വിത്ത് വിതയ്ക്കൽ തൊട്ട് കൊയ്ത്ത് വരെ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.